ഈ അടുത്ത കാലത്തായി കേരളക്കരയിൽ വളരെയധികം വ്യാപിച്ച ഒരു സാധനമാണിത്, അൽ മഫാസ്. ഇതില്ലാത്ത വീടുകൾ മുസ്ലിം ഉമ്മത്തിൽ വളരെ കുറവാണ്. നമ്മൾ മനസ്സിലാക്കണം, പല ആളുകളും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഈ അൽ മഫാസ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എല്ലാ വീടുകളിലുണ്ട്. ഇത് ഏറ്റവും വലിയ അപകടകാരിയാണ്. ഇരുട്ടിന്റെ ശക്തികൾ, പൗരോഹിത്യം വളരെ ബോധപൂർവം ഇസ്ലാമിനെ തകർക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഇതിൽ നല്ല കാര്യങ്ങളില്ലേ? ഉണ്ട്. അതാണ് പൗരോഹിത്യത്തിന്റെ അന്തരം. തെറ്റു മാത്രം അച്ചടിച്ചാൽ ലോകം അംഗീകരിക്കൂല, ആരും കിട്ടൂല. എന്നാൽ റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത്, ദിക്ർ, അതിന്റെ കൂടെ ഈ അബദ്ധങ്ങൾ, ഒരുപാട് അബദ്ധങ്ങൾ അച്ചടിച്ചു വിടുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചു തരാം. ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ 15ാമത്തെ പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താണ്? ഒരു സഹോദരിയുടെ ചോദ്യമാണ്. എന്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 8 വർഷമായി. നാട്ടിൽ വരണമെന്ന യാതൊരു ചിന്തയുമില്ല. അദ്ദേഹം വീട്ടിൽ മടങ്ങിയെത്താനുള്ള ദുആ പറഞ്ഞു തരണം. ആ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 8 വർഷമായി. വരണമെന്ന് യാതൊരു ചിന്തയില്ല, തിരിച്ചു വരാനൊരു ദുആ. അപ്പോ ഈ ഗഫാർ മൗലവി പറഞ്ഞു കൊടുക്കുക. എന്താണ്? വ്യാഴാഴ്ച അസ്റിനു ശേഷം വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പായി 1000 ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 999 സൂറ ഇഖ്ലാസ് ഓതി ദുആ ചെയ്യുക. ഇത് രണ്ടും വുളൂഓട് കൂടി നിർവഹിക്കണം. ആ ദിവസങ്ങളിൽ സസ്യാഹാരം കഴിച്ചാൽ ഉത്തമം. അലം തഅലം അന്നല്ലാഹ ലാ യഅലമു അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർളി ഇന്ന ദാലിക ഫീ കിതാബിൻ ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറ ഹജ്ജിലെ 70ാമത്തെ ആയത്ത് 1000 തവണ ഓതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അകന്നു നിൽക്കുന്ന ഏത് വ്യക്തിയും തിരിച്ചു വരുന്നതാണ്. മറുപടിയാണ്. അപ്പോ 8 വർഷമായിട്ട് വരാനുള്ള യാതൊരുവിധ ചിന്തയില്ല. അപ്പൊ അതിന് മുസ്ലിയാർ എന്ത് ചെയ്യാണ്? അതിന് ദിക്ർ പറഞ്ഞു കൊടുക്കുക, അതിന് പ്രത്യേകമായ പരിഹാരം നിർദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സഹോദരിയുടെ ചോദ്യമാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി ചോദിച്ചു, എന്താ? എന്റെ പാദസരം നഷ്ടപ്പെട്ടു പോയി, വല്ലാത്ത വിഷമത്തിലാണ്. അത് തിരിച്ചു കിട്ടുവാൻ എന്തെങ്കിലും ഓതുവാനുണ്ടോ? ഒരു സഹോദരി ചോദിക്കാം. അപ്പൊ എന്താ മറുപടി? യാ ലത്തീഫ് എന്ന് 9000 തവണ ഓതി ദുആ ചെയ്യുക. പാദസരം നഷ്ടപ്പെട്ട കേസാണ്. നോക്കൂ നിങ്ങള്. എന്നിട്ട് സൂറത്തു അൻആമിലെ 63, 64 ആയത്തുകൾ 270 തവണ ഓതി ദുആ ചെയ്യുക. ഇത് ഓതുന്നതിനിടയിൽ സംസാരിക്കരുത്. ഇൻഷാ അല്ലാഹ് നഷ്ടപ്പെട്ടത് അല്ലാഹു തിരിച്ചു തരുന്നതാണ്. നോക്കൂ നിങ്ങള്. യാ ലത്തീഫ് എന്ന 9000 തവണ, പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോണില്ല. കാരണം എന്താണ്? ഈ സംഗതി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും അന്വേഷിക്കണ്ടേ? ചോദിക്കാനുള്ള സമയം കൂടി ഈ സാധുവിന് കിട്ടൂല. ഇത്തരത്തിലുള്ള പരിഹാരങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് ഈ സമുദായത്തെ ക്ഷണിക്കുന്നുണ്ട്. ഇത് അൽ മഫാസിന്റെ 4ാമത്തെ വാള്യമാണ്. ഇതിലെ അപകടം നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താണ്? ഒരു സഹോദരന്റെ ചോദ്യമാണ്. എന്താ? വീട് പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമാണോ? നോക്കൂ നിങ്ങള്. പാല് കാച്ചിയ ആൾ വിധവയാണെങ്കിൽ കുഴപ്പമുണ്ടോ? ചോദ്യ. വീട് പാല് കാച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പുതിയ വീടുണ്ടാക്കുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും? പാല് കാച്ചുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ പാല് കാച്ചുന്നത് വിധവയാണെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പൊ എന്താ മറുപടി? എന്താണ് മറുപടി കൊടുക്കേണ്ടത് ഒരു യഥാർത്ഥ പണ്ഡിതൻ? അങ്ങനെ പാല് കാച്ചൽ ചടങ്ങ് എന്നൊരു സമ്പ്രദായം അത് റസൂല പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരുപാട് ആടുകളെ കറന്ന്, ഒട്ടകങ്ങളെ കറന്ന് അവിടുന്ന് റസൂലുള്ള പാല് കുടിച്ചിട്ടുണ്ട്, അവിടുന്ന് സ്വഹാബത്ത് പാല് കുടിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പുതിയ വീട് നിർമ്മിക്കുമ്പോ അവിടെ പാല് കാച്ചിക്കൊണ്ട് തന്നെ അവിടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇത് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. പക്ഷെ അതിന് വീണ്ടും വിശദീകരണം കൊടുക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ പാല് കാച്ചൽ ചടങ്ങ് എന്നുള്ളത്? അത് ആരുടെ ചടങ്ങാണ്? അത് ആരുടെ ആചാരമാണ്? അത് ആരുടെ ആചാരമാണ്? അത് ആ മുസ്ലിം സഹോദരങ്ങളുടെ ആചാരമാണ്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കർമാണത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ
ഇത് ഹിന്ദു ധർമ്മകിസ് എന്ന പേരിൽ പുറത്തിറങ്ങിയൊരു പുസ്തകമാണ്. ചക്രവർത്തി പബ്ലിക്കേഷൻ, കായംകുളം, ശബരിമല സ്പെഷ്യൽ പുസ്തകം. ഇതിൽ നമുക്ക് വായിക്കാം എന്താണ്? പാലുകാച്ചലും ഗൃഹപ്രവേശനവും എന്തിന്? പാലുകാച്ചലും ഗൃഹപ്രവേശനവും എന്തിന് ചോദ്യമാണ്. നിറം കൊണ്ട് പാൽ സ്വത്വഗുണരൂപിയാണ്. പാലിൽ നെയ്യടങ്ങിയിരിക്കുന്നത് അദൃശ്യവുമാണല്ലോ. ഇതുപോലെ നമ്മളിൽ അദൃശ്യമായി ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ കണ്ടെത്താനുള്ള സന്ദേശമാണ് ഗൃഹപ്രവേശനത്തിലെ ആദ്യ ചടങ്ങായ പാലുകാച്ചലിലൂടെ നാം നിർവഹിക്കുന്നത്. നോക്കണം, ഇത് ഹിന്ദു ധർമ്മകിസ് ഈ പുസ്തകത്തിൽ പറയാം. അപ്പോ ഈശ്വരനെ കണ്ടെത്താനുള്ള അവരുടെ വിശ്വാസപരമായ ഒരു കർമ്മമാണ്. ഇതെത്ര പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല. എത്ര ഖുർആൻ ക്ലാസ് കേട്ടാലും, 20 വർഷം ഖുർആൻ ക്ലാസ് കേട്ടാലും, പുതിയ വീടുണ്ടാക്കി അവിടെ താമസം ഉറപ്പിക്കാം, അതല്ലെങ്കിൽ അവിടെ താമസം തുടങ്ങാറാവുന്ന സമയത്ത് പല ആളുകളും ചോദിക്കും, എന്ത് അല്ല മോലെ ഈ പാല് കാച്ചൽ എന്ന പരിപാടി സംശയം തീരുള്ള ആളുകൾക്ക്. അത് നടത്തില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഇഷ്കാൽ ചില ആളുകൾക്ക് ഇങ്ങനെ പല ആളുകൾക്കുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തൗഹീദുള്ളവരാ, നമ്മൾ വ്യക്തമായ ആദർശ ബോധമുള്ളവരാ. വിശ്വാസിക്കൊരു സംശയമല്ല. എന്ത് പാല് കാച്ചൽ എന്ന് പറയുന്ന ചടങ്ങ് അത് എന്റെ വീട്ടിൽ വേണ്ട. കാരണം എന്താണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അത് ഹൈന്ദവ ആചാരമാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ സഹോദരങ്ങളെ, ഈ അൽമഫാസിൽ നമ്മൾ വായിച്ച ഒരുപാട് കാര്യങ്ങൾ, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് ദിക്റുകള്, അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബിദ്അത്തുകൾ പ്രവാചകൻ പറഞ്ഞല്ലോ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടണം. റസൂൽ ചെയ്യാത്തൊരു പ്രവൃത്തി ആര് ചെയ്താലും ശരി അത് തള്ളണം, അത് തട്ടണം എന്നാര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്നാ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഒരുപാട് ബിദ്അത്തുകൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്ന്, വാറോലകളിൽ നിന്ന്, ഇരുട്ടിന്റെ ശക്തികൾ അടിച്ചുവിടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുണ്ട്. ആ ബിദ്അത്ത് ചെയ്യുന്ന ആൾക്ക് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും കുടിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഹൗലി മസീറത്തു ശൈരിൻ മാഉഹു അബിയദു മിനൽ ലബനി വരീഹുഹു അത്യബു മിനൽ മിസ്കി വകീസാനുഹു കന്നുജൂമിസ് സമാ മൻ ശരിബ മിൻഹാ ഫലാ യദ്മഉ അബദാ. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഹൗലി മസീറത്തു ശഹരിൻ, എന്റെ ഹൗദിന് ഒരു മാസത്തെ യാത്രാ ദൈർഘ്യമുണ്ട്. മാഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളമുണ്ടല്ലോ അത് പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ ഗന്ധമുണ്ടല്ലോ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വകീസാനുഹു കന്നുജൂമിസ് സമാ, അതിലെ ചഷകങ്ങളുണ്ടല്ലോ അത് വാനലോകത്ത് വാരി വിതരപ്പെട്ട നക്ഷത്രങ്ങൾക്കു സമാനമാണ്. മൻ ശരിബ മിൻഹാ ഫലാ യദ്മഉ അബദാ, അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ പിന്നീട് അവന് ദാഹിക്കുകയില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കില്ല. ആർക്ക്? ഈ പൗരോഹിത്യം, ഈ ഇരുട്ടിന്റെ ശക്തികൾ പ്രമാണങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ, പാവപ്പെട്ട ഉമ്മത്തിനെ തടുക്കുന്നവർക്ക്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ സമൂഹത്തിൽ വിശദീകരിക്കുന്നത്. സംശയം ചോദിച്ചിരിക്കുന്നത് മുസ്തഫ കാസർഗോഡ് നിന്നുമാണ്. വീട്ടിലേക്ക് എപ്പോഴും തവളകൾ കടന്നു വരുന്നു, അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത കത്തുകൂടി വായിക്കുക. എൻ്റെ വീട്ടിൽ കടുത്ത എലിശല്യമാണ്, ഒരു പോംവഴി നിർദ്ദേശിച്ചു തരണമെന്നാണ് പറയുന്നത്. പാച്ചല്ലൂർ നിന്നും അഹമ്മദ് മൗലവി. എലിയും തവളയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ കവർ വയ്ക്കുക, 10 രൂപയുടെ സ്റ്റാമ്പും അയയ്ക്കുക. അല്പ ദീർഘമായ ദുആക്കളാണ്, ഇൻഷാ അല്ലാഹ് എഴുതി അയച്ചു തരുന്നതാണ്. അള്ളാഹു ഇത്തരം ശല്യങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തിലെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ശല്യങ്ങളിൽ നിന്നും എലിയുടെയും തവളയിൽ നിന്നും അള്ളാഹ് രക്ഷിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ശല്യത്തിന് ആരാപ്പം നമ്മളെ രക്ഷിക്കാനുള്ളത്? ഈ
സമുദായത്തെ ആരക്ഷിക്കാനുള്ളത്? അപ്പൊ എന്താ പറഞ്ഞത്? എലിയും തവളയുടെ ശല്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ദീർഘമുള്ള ദുആക്കളാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് അയച്ചു തരണമെങ്കിൽ 10 രൂപയുടെ സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിച്ച് അയച്ചു കൊടുക്കണം. ശരി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചോദിക്കുന്നു, ഈ വിഷയത്തെ ഇത് അന്ധവിശ്വാസമാണോ, ഊഹാപോഹമാണോ, അതോ വിത്ത് പ്രൂഫാണോ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞത്? ഇതിനെന്ത് തെളിവാണുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എവിടെ? ആയത്ത് എവിടെ? ഇല്ല, അതിലൊന്നിനും തെളിവില്ല. തെളിവില്ലാതെ ഓരോരുത്തർക്കും തോന്നിയതങ്ങ് വിവരിക്കലാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത്, സമസ്തയെന്ന് മാത്രമല്ല സുന്നീ ലോകമെന്ന് പറയപ്പെടുന്നവർ പണ്ഡിതന്മാര് തന്നെ ഓരോരുത്തർക്കും തോന്നുന്നതാണ് മതം കേട്ടോ. ഇനി മറ്റൊന്ന് നിങ്ങൾ കേട്ടോ, ഇതേ ഇയാളുടെ പുസ്തകമാണ് അൽ മഫാസ്, ഭാഗം 4, സംശയങ്ങളും മറുപടികളും. അതിലതാ ഒരു ചോദ്യം ഒരു പെണ്ണ് ചോദിക്കുന്നു, ദുബായിലുള്ള എന്റെ ഭർത്താവ് പല തവണ ഡ്രൈവിംഗ് ലൈസൻസിനായി ശ്രമിച്ചിട്ടും ലഭിച്ചിട്ടില്ല. ഭർത്താവ് ദുബൈയിലാണ്, ഡ്രൈവിംഗ് ലൈസൻസിന് പോയിട്ട് കിട്ടുന്നില്ല, പൊട്ടല്. അത് ലഭിക്കാനായി ഇനി എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വണ്ടി ഓടിക്കാൻ ഡ്രൈവർ മുദർരിസ് പറഞ്ഞു തരുന്ന പോലെ നന്നായിട്ട് ഓടിക്കാൻ മൂപ്പര് പറഞ്ഞു കൊടുക്കാൻ. ഉത്തരം സൂറത്ത് അൻഫാലിലെ 66-ാമത്തെ ആയത്ത്. സൂറത്ത് അൻഫാലിലെ 66-ാമത്തെ ആയത്ത്. ഏതാ ആയത്ത്? الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. ആയത്തിന്റെ അർത്ഥമില്ല. പിന്നെയോ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും 3 തവണ ഓതുക. ഞാൻ ചോദിക്കട്ടെ, ഇതിനെന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം ഓതാൻ, ഈ ആയത്ത് ഓതാൻ ഏത് ഹദീസിലാ തെളിവ്? ഏത് സഹാബിയാണത് ചെയ്തത്? എന്ത് ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇല്ല, തെളിവില്ല. വെള്ളിയാഴ്ച അസറിന് ശേഷം തുടങ്ങണം കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച ജുമാ കഴിയുന്നത് വരെ എല്ലാ നമസ്കാര ശേഷവും ഓതി ദുആ ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതാണ്. മൂപ്പര് ഇനിയിപ്പോ ആരെങ്കിലും വല്ല വിഷമമുണ്ടോ? ഭർത്താക്കന്മാര് ദുബൈയിലാണെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഈ ഒരൊറ്റ സാധനം മതി. എന്നാ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങള്? അൽആന ഖഫഫല്ലാഹു അൻകും, അല്ലാഹു ഇപ്പോൾ നിങ്ങൾക്ക് ലഘൂകരണം നൽകിയിരിക്കുന്നു. വഅലിമ അന്ന ഫീകും ളഅഫാ, അവൻ അറിയുന്നു നിങ്ങളിൽ ദുർബലരായ ആളുകളുണ്ടെന്ന്. അതുകൊണ്ട് ഫയ്യകും മിൻകും 100 സാബിറത്തുൻ യഗ്ലിബൂ 200, ക്ഷമയോടെ നിന്ന് യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ 100 ആളുണ്ടെങ്കിൽ 200 ആളുകളെ ജയിക്കാൻ കഴിയും. വയ്യക്കും മിൻകും 1000 യഗ്ലിബൂ 2000 ബിഇذനില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ 1000 ആളുകളുണ്ടെങ്കിൽ 2000 ആളുകളെ വിജയിക്കാൻ കഴിയും. വല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മോളെ ഭർത്താവിനോട് പറഞ്ഞു, വല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. 1 പ്രാവശ്യം പൊട്ടിയാൽ 2ാമത് ശ്രമിക്ക്, 2 പൊട്ടിയാൽ 3ാമത് ശ്രമിക്ക്, 3 പൊട്ടിയാൽ 4ാമത് ശ്രമിക്ക്. അങ്ങനെ ക്ഷമയോടെ പഠിച്ച് നന്നാക്കിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഇതിന്റെ അർത്ഥം. എനിക്കങ്ങനെ വരേണ്ടത് ആശയത്തിൽ നിന്ന് അടർത്തിയെടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിൽ ഉദ്ദേശിക്കാത്ത അർത്ഥം വെക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ കരുതിയിരിക്കണമെന്നവരെ അല്ലാഹുവിന്റെ ആയത്തുകൾക്ക് ഉദ്ദേശിക്കാത്ത അർത്ഥം കൊടുത്തിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് പ്രസംഗം കേൾക്കുമ്പോൾ പറയാ ഞങ്ങൾക്കെല്ലാം തെളിവ് വേണം. ഇതിനെന്താ തെളിവ്? ഇനി മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ,
ഇദ്ദേഹം ഇങ്ങനെ അടിച്ചു വിട്ടുകൊടുത്തു, എല്ലാവർക്കും കൊടുക്കണം. അപ്പോ ചില ആളുകളൊക്കെ ഉണ്ട്, ഈ കട്ട് കോപ്പി ചെയ്യുന്ന ആളുകളുണ്ട്, കട്ട് കോപ്പി ചെയ്യാ. അപ്പൊ ഇത് ഇയാളുടെ പേരിൽ അടിച്ചിറക്കിയതാണ്. അപ്പൊ ഉണ്ട് വേറെ ചില ആളുകൾ വ്യാജ മനസ്സിലിറക്കാൻ തുടങ്ങി. അപ്പൊ മൂപ്പര് അടുത്ത പരിപാടി പറഞ്ഞു കേട്ടോ. പിന്നെ മൻസിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നിന്നും മിഡിൽ ഹിൽ പബ്ലിക്കേഷൻസ് എന്ന സ്ഥാപനം എൻ്റെ പേര് വെച്ച് വ്യാജമായി അച്ചടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഞാനും അതുമായി യാതൊരു ബന്ധവുമില്ല. അൽ മഫാസിൻ്റെ അഡ്രസ്സിൽ അടിക്കുന്ന മൻസിൽ മാത്രമാണ് ഞാൻ എൻ്റെ ദുആയും ഈ പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഉള്ളത്. അക്കാര്യം ശ്രദ്ധിക്കുക. കവർന്നെടുത്ത ഭൂമിയിൽ നമസ്കരിച്ചാൽ നമസ്കാരം സ്വഹീഹാകാത്തതുപോലെ വ്യാജമായി അച്ചടിക്കപ്പെടുന്ന മൻസിലുകൾ വാങ്ങി ഓതിയാൽ ഉദ്ദേശിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതല്ല. ഉദ്ദേശിക്കുന്ന പ്രതിഫലം എനിക്ക് ലഭിക്കുന്നതല്ല. കാരണം മൂപ്പര് അടിച്ചിറക്കണ എന്നെ മൂപ്പർക്ക് എന്തെങ്കിലും കിട്ടാനാ. അപ്പോ ഇല നക്കുന്നവന്റെ കിറുനക്കാനുള്ള അവസ്ഥ എന്താ? ആളുകളുടെ സ്വഭാവം അതാ. മൂപ്പർ എങ്ങനെയെങ്കിലും ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മൂപ്പരുണ്ട് ഓവർകം ചെയ്യുന്ന ചില ആളുകൾ. എന്താ മൂപ്പര് പറഞ്ഞത്? ഞാൻ അടിച്ചിറക്കുന്ന എന്റെ പേര് വെച്ചതിൽ മാത്രമേ പ്രതിഫലം കിട്ടൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും വ്യാജാണല്ലോ. ആരാ പ്രതിഫലം കൊടുക്കാം? നിങ്ങൾ അള്ളാന്റെ ആയത്തൊന്നും ഹദീസൊന്നും കട്ടിട്ടാണല്ലോ ഈ പുറത്തിറക്കണത്. ഈ ആയത്തും ഹദീസിനും ഉദ്ദേശിക്കാത്ത അർത്ഥം കൊടുത്തിട്ടല്ലേ നിങ്ങളിത് വിറ്റ് കാശാക്കുന്നത്. ഈ ചൂഷണമല്ല നിങ്ങൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിന് എന്ത് പ്രതിഫല കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന് പേടിയാണ്, ഭയമായി. തന്റെ സാധനം, തന്റെ ഇരിപ്പിടം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. അല്ലാഹുവിന്റെ ദീന് കൊണ്ടാണ് കളിക്കുന്നതെന്ന് ശരിക്ക് പഠിച്ചോ. വ്യാജമായി അദ്ദേഹം പറഞ്ഞൊരു ഹുക്കുമുണ്ട്. എന്താ ഹുക്കുമ്? കവർന്നെടുത്ത ഭൂമിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുക ഇല്ലാത്തതുപോലെ എന്റെ പേരിലുള്ളത് വ്യാജമായി അടിച്ചാലും പ്രതിഫലം കിട്ടൂല. എന്നാൽ ഞാൻ തിരിച്ചങ്ങോട്ട് അതന്നെ അങ്ങ് വെക്കുകയാണ്. അതേ കവർന്ന ഭൂമിയിൽ, കവർന്നെടുത്ത ഭൂമിയിൽ, അനുവാദമില്ലാതെ പിടിച്ചെടുത്ത ഭൂമിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല എന്നാണ് ഹുക്കുമെങ്കിൽ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച തെളിവില്ലാതെ, അതിന് ഉദ്ദേശിക്കാത്ത അർത്ഥം കൊടുത്ത്, അനാവശ്യമായ വിശദീകരണം കൊടുത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ദുആയുണ്ടല്ലോ, അത് ചെയ്താലും പ്രതിഫലമില്ല. അതെന്റെ വകയല്ല. മൻ അമില അമലാ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാളൊരു കർമ്മം ചെയ്തു അതിൽ നമ്മുടെ കൽപ്പന ഇല്ലെങ്കിൽ തള്ളപ്പെടുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിക്കുകയാണ്. മൻസിലുകാരനോട് ചോദിക്കുന്ന ഒരാൾ, എന്താ മൻസിലുകാരനോട് ചോദിക്കുന്നത്? വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത മനപ്രയാസമുണ്ട്, എന്താ ചൊല്ലേണ്ടത്? അപ്പൊ അയാളെ മറുപടി, എല്ലാ ഫർള് നിസ്കാര ശേഷവും സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 33 തവണ ഓതുക. ദിവസവും ഏതെങ്കിലും സമയത്ത് യാ ഹയ്യു യാ സലാം യാ അല്ലാഹ് എന്ന് 310 പ്രാവശ്യം ഓതി ദുആ ചെയ്യുക. ഇയാളോട് ആരാ ഇത് പഠിപ്പിച്ചത്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്താണ്. അത് തന്നെ 33 തവണയാണ്. യാ ഹയ്യു യാ സലാം യാ അല്ലാഹ് എന്ന് 310 പ്രാവശ്യം. അതാണ് ടെൻഷൻ വരുമ്പോ പറയേണ്ടത് എന്ന് ഈ എണ്ണം ഇയാൾക്കാര് പഠിപ്പിച്ചു കൊടുത്തു. ഇയാളുടെ ഓഫീസിൽ ഇയാൾ ടിവിയിൽ കുത്തിരുന്ന് ഇങ്ങനെ മറുപടി പറയുമ്പോ വഹ്യ് വരുന്നു. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ ഇയാൾക്ക് വേണ്ട, ദുആ വേണ്ട. സ്പെഷ്യൽ പുസ്തകം ഉണ്ടാക്കിയിട്ട് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് അതദാ വയസ്തറൂന ബിഹി സമനം ഖലീലാ, പരലോകത്ത് കിട്ടാനുള്ള സ്വർഗത്തെ അപേക്ഷിച്ച് തുച്ഛമായ വിലക്കല്ലടോ നീ അത് വിറ്റ് കളയുന്നത്. അങ്ങനെ വാങ്ങി ജനങ്ങളിൽ നിന്ന് വാങ്ങി പറ്റിച്ചിട്ട് വയഖൂലൂന ഹദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ഇതോദിയാ മതി. അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഇശാ മഗ്രിബിനിടയിൽ മൻസിലോടുന്നു സർവ്വ മൻസിലുകളിലും. ഓ മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ?
ഇങ്ങനെ ഒരു ദിക്റും ഇങ്ങനെ അതിനൊരു എണ്ണവും ഇതിനൊരു വണ്ണവും ഒക്കെ നിശ്ചയിച്ച് ആരാനടോ അധികാരം തന്നത്? അള്ളാന്റെ റസൂലിന് പരിചയമില്ലാത്തൊരു എണ്ണം, അവിടുന്ന് സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒരു നിബന്ധന. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി നിങ്ങളുടെ മൻസിലിൽ ആരാ കൊണ്ടുവന്ന് തന്നത്? ആരാണിത് പഠിപ്പിച്ചത്? നിങ്ങൾ സ്വന്തം ജൂതന്മാരെ പോലെ കിതാബ് എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ള പറഞ്ഞതാണ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ കൊണ്ട് ഒറിജിനൽ കോപ്പി തന്നെ വാങ്ങിപ്പിച്ചിട്ട് വീടുകളിൽ വെച്ച് വാങ്ങി വായിപ്പിച്ചിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നുവോ? ഇതിനെ ഞങ്ങൾക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കാശുണ്ടാക്കുന്നതിനല്ല, നിങ്ങൾ കാശുണ്ടാക്കിക്കോ, പക്ഷേ ദീന് വിറ്റിട്ട് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ തന്നെ ആയിരക്കണക്കിനുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരം ഇസ്ലാമിലുണ്ട്. അതിലപ്പുറം നിങ്ങളുടെ ഒരു വ്യാജം വേണ്ട. അത് സമൂഹം ശരിക്കും മനസ്സിലാക്കണം. ഇത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര് എല്ലാവരും മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഇസ്ലാമിലുണ്ട്. ഇയാൾ പറയുന്ന നിബന്ധനകൾ ഇസ്ലാമിലുള്ളതല്ല. പിന്നെയും ഇയാൾ ഈ പെണ്ണിനോട് പറയുന്നു, ഹജ്ജിലെ 70-ാമത്തെ ആയത്ത് 1000 തവണ ഇശാക്ക് ശേഷം ഓതണം. ഇനി വേറൊരാൾ ചോദിക്കുന്നു, ഒരു പെണ്ണാണ് ചോദിക്കുന്നത്, എന്റെ ഭർത്താവ് അന്യ പെണ്ണുങ്ങളുടെ അടുത്ത് കൂടെ കൂടെ പോകുന്നു, ഒന്ന് മനസ്സ് മാറാൻ ഞാൻ എന്ത് ചെയ്യണം? മൻസിലുകാരാ, മഫാസുകാരാ? മൂപ്പരുടെ മറുപടി ആയത്തുൽ കുർസി 313, ഇഖ്ലാസ് 1001, പിന്നെ സ്വലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞിട്ടൊരു മുൻജിയ സ്വലാത്ത്, അത് എത്ര 1000. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത്രയും ഭർത്താവ് ധരിക്കുന്ന വസ്ത്രത്തിലോതി ഊതണം. ഭർത്താവ് വസ്ത്രമൊക്കെ തൂക്കിടുമ്പോ ഇവിടെ പോയിരുന്നു 313 ആയത്തുൽ കുർസി, 1001 ഖുൽ ഹുവല്ലാഹ്, 1000 സ്വലാത്തുൽ മുൻജിയ. അതിങ്ങനെ ഭർത്താവിന്റെ തുണിയും കുപ്പായും പാന്റും ഷർട്ടും ബനിയനൊക്കെ കൂട്ടിപ്പിടിച്ച് അതിലിങ്ങനെ ഓതി ഊതു. എന്നിട്ട് ആ വസ്ത്രം പുതിയാപ്പളക്ക് ധരിപ്പിക്കോ. അന്യ പെണ്ണിന്റെ അടുത്ത് പോകൂല. ആരടോ പഠിപ്പിച്ചു തന്നത്? ആര് പകർന്നു തന്നതായി ഇസ്ലാം? ആര് നിശ്ചയിച്ചു തന്നു ഈ എണ്ണം? ആര് നിശ്ചയിച്ചു തന്നു ഈ പോരിശ? നിങ്ങൾ പറയണം ഈ സമൂഹത്തോട്. വേറൊരു പെണ്ണിന്റെ ചോദ്യം എന്താണ്? ഒക്കെ പെണ്ണുങ്ങളാ ചോദ്യക്കാരികൾ. അതേ, അവരുടെ ചോദ്യം പാദസരം നഷ്ടപ്പെട്ടു പോയി മൻസിലുകാരാ, ആ പാദസരം തിരിച്ചു കിട്ടണം മഫാസുകാരാ. മൂപ്പരുടെ മറുപടി, യാ ലത്തീഫ് 9000 തവണ, 9000 തവണ യാ ലത്തീഫ്. പെണ്ണിങ്ങനെ കുത്തിരുന്ന് യാ ലത്തീഫ്, യാ ലത്തീഫ്. അടുത്ത് നിന്നൊരു ലത്തീഫ് ഓടി വരുമോ? പാദസരം തരുമോ? അല്ലാഹു അവനെ, നിങ്ങൾക്ക് പ്രയാസം വന്നാൽ, നിങ്ങളുടെ പാദസരം നഷ്ടപ്പെട്ടാൽ, വസ്തു നഷ്ടപ്പെട്ടാൽ, എന്നെ നിങ്ങൾ യാ ലത്തീഫ് എന്ന് 9000 തവണ പറയണം എന്നാരാ പഠിപ്പിച്ചത്? മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 63, 64 ആയത്തുകൾ ഇനി അതാ 270 തവണ ഓതണം. വേറൊരു നിബന്ധന കൂടി, ഇതൊക്കെ ചെയ്യുമ്പോ മിണ്ടിപ്പോകരുത്, സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇതിന്റെ ഇടയിൽ ഇനിയതാ മഹാമാരിക്കും മൂപ്പർക്ക് വലിയ പരിഹാരമുണ്ട്. അതേ, മഫാസുകാരൻ പഠിപ്പിക്കുന്നു. ഒരു പെണ്ണ് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദേ, ഭർത്താവ് HIV ബാധിച്ചു മരണപ്പെട്ടു, ഭർത്താവ് എയ്ഡ്സ് ബാധിച്ചു മരണപ്പെട്ടു, എനിക്കും എയ്ഡ്സ് ബാധയാണ്, ഞാനെന്തു ചെയ്യണം? അതേ, റെഡിവയുടെ മറുപടി അതാ വരുന്നു. സൂറത്തുൽ ഫാത്തിറിലെ 41-ാമത്തെ ആയത്ത് 1.25 ലക്ഷം തവണ ഇരുന്ന് ഓതിക്കോ. 1.25 ലക്ഷം തവണ എയ്ഡ്സ് രോഗി ഫാത്തിർ സൂറത്തിലെ 41-ാമത്തെ ആയത്ത് ഓതണമെന്ന് മഫാസുകാരൻ ഔഷധം പറഞ്ഞു കൊടുക്കുന്നു. ചിലര് ചോദിക്കുന്നു, എന്തിനാ മൗലൈമാരെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ആയത്തല്ലേ മൂപ്പരോതാൻ പറഞ്ഞത്? ശൈഖിനെ വിളിക്കാനൊന്നല്ലോ പറഞ്ഞത്, ആയത്തല്ലേ പറയുന്നത്, ദിക്റല്ലേ പറയുന്നത്. ഓ മുസ്ലിമേ, ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ആയത്ത് അനവസരത്തിൽ ഓതാനുള്ളതല്ല. ഇസ്ലാമിലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുഴുവനും ബറക്കത്തുള്ളതാണ്. എല്ലാ ആയത്തുകളും ശിഫ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവനും നമുക്ക് ശിഫയാണ്. പക്ഷേ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിലെ ഒരായത്തിങ് തെരഞ്ഞെടുത്തിട്ട് ഇത് 1.25 ലക്ഷം
ഓദിക്കോ, ഇത് 300 ഓദിക്കോ, ഇത് 270 ചൊല്ലിക്കോ, ഇത് 4000 ചൊല്ലിക്കോ, ഇത് 9000 ചൊല്ലിക്കോ എന്ന് പറയാൻ. ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അല്ലാഹ്ക്ക് അങ്ങോട്ട് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? പടച്ച റബ്ബിന് അറിയാത്ത ഒരു എണ്ണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് എഴുതി വിട്ടിട്ട് ഈ സാക്ഷാൽ ഇസ്ലാം പഠിപ്പിച്ച 100 കണക്കിന് ദിക്റുകളില്ലേ, രാവിലെ എഴുന്നേറ്റാൽ ദിക്റില്ലേ, ഉറങ്ങും മുമ്പ് ദിക്റില്ലേ, ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ അർസൽത എന്നും പറഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് പറയേണ്ട അവസാനത്തെ ദിക്ർ വരേക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അതൊന്നും ഇയാൾക്ക് വേണ്ട. ഇയാൾ എന്തിനും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഫത്വകൾ കൊടുത്ത് അത് ബുക്കാക്കിയിട്ട് വിറ്റ് കാശുണ്ടാക്കുന്നു. ഇതാണ് ദീൻ വിൽപ്പന. ഇത് ദിക്റിന്റെ പേരിലുള്ള ചൂഷണമാണ്. ദിക്റിന്റെ പേരിലുള്ള ചൂഷണമാണ്. ഇതിനെ എതിർക്കുന്നത് ദിക്ർ വിരോധം കൊണ്ടല്ല. ദിക്റുകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില ആളുകൾക്ക് ഇതൊന്നുമല്ല, അവർക്ക് മൻസിലിനോട് വെറുപ്പുണ്ട്. കാരണം അത് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടയാളല്ല, വേറെ ആൾ എഴുതി. അതുകൊണ്ട് അവരിപ്പോ വേറെ ഉണ്ടാക്കുന്നുണ്ട്, സുന്നി മൻസിൽ എന്നിട്ട് വേറെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് വേറെ പലതും, പലർക്കും പല ദിക്റുകള്. ലാ ലാ എന്നൊരു ദിക്റുകാര്, അല്ലാ അല്ലാ എന്നൊരു ദിക്റുകാര്, ഇല്ലാ ഇല്ലാ എന്നൊരു ദിക്റുകാര്, ആഹ് ആഹ് എന്ന് അലമുറയിടുന്ന ദിക്റുകാര്, ഹാ ഹീ ഹൂ എന്ന് അലമുറയിടുന്ന ദിക്റുകാര്. അതൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യന്റെ അവയവങ്ങളൊക്കെ അള്ളയാണെന്ന് പറയുന്ന ദിക്റും, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ നാക്ക ഇല്ലല്ലാ എന്നൊക്കെ പറയുന്ന ദിക്റുകാര്. അതേ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിനടുത്ത് അമ്പൻകുന്നെന്ന് പറയത്തൊരു ജാറമുണ്ട്. ആ ജാറത്തിന്റെ വ്യക്തി ബീരാനൗലിയപ്പാപ്പ എന്ന് പറയുന്നയാള്, അതേ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിലതാ മൂപ്പരോട് ഒരാള് വന്നിട്ട് ചോദിക്കുന്നു, ഒരു മുരീദ് ബീരാനൗലിയപ്പാപ്പയോട് ചോദിച്ചു പോലും, എനിക്ക് നല്ല കൊരയാണ്, ഇവിടെ എന്താ പറയാ, ചുമാനോ കൊരാനോ എനിക്കറിയില്ല, എന്തായിരുന്നാലും ചുമയാണ്, കൊരയാണ്. അപ്പോൾ ബീരാനൗലിയപ്പാപ്പ പാതിരാക്കി മനുഷ്യനോട് പറയുന്നു, കൊരയാണല്ലേ, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരാ, ആ ദിക്ർ നിങ്ങൾ ചൊല്ലണം. എന്താ ദിക്ർ? ലാ കൊരയില്ലല്ലാ. എത്ര വട്ടം ചൊല്ലണം? 1,00,000 വട്ടം. 1,00,000 വട്ടം. അല്ലെങ്കിലേ കൊരച്ചു കൊരച്ച് ഇടങ്ങേറായ ഒരു മനുഷ്യൻ, ഉറക്കം കിട്ടാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഉറക്കത്തുനിന്ന് വിളിച്ചൊണർത്തിയിട്ട് ഉറക്കൊഴിവാക്കിയിട്ട് 1,00,000 വട്ടം ലാ കൊരയില്ലല്ലാന്ന് ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ പേരോട് മുസ്ലിയാർക്ക് പോലും അതാ ഈ ദിക്റിനൊക്കെ എന്താ കുഴപ്പം, അതിനൊക്കെ അതിൻ്റെതായ മൈനയുണ്ട് വഹാബി മൗലവി, നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാ കണ്ണ ഇല്ലല്ലയൊക്കെ ന്യായീകരിക്കുന്ന മുസ്ലിയാക്കളില്ലേ, ഇവരും ഇസ്ലാമുമായിട്ടെന്ത് ബന്ധമാ ഉള്ളത്? അതുകൊണ്ട് സന്മാർഗത്തിന്റെ പാതയിലൂടെ സ്വർഗത്തിലേക്ക് പോയിക്കോ, അതല്ലാതെ നിവൃത്തിയില്ല. ഈ സമുദായത്തെ സർവ്വതോന്നിവാസങ്ങളിൽ നിന്നും വിരോധിക്കൽ ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ മുഖ്യ അജണ്ടയായി തന്നെ പറയുന്നു.